ആഴ്ചയിൽ ഒരിക്കലുള്ള പണി കേട്ടോ എൻ്റെ ഈ പണി. നമ്മുടെ മുറ്റത്തെ ഈ സൈഡിൽ നിറയെ ഇങ്ങനെ ചമ്മൽ വീഴും കേട്ടോ. അതും നമ്മൾ മെറ്റിലിട്ട കാരണം അതിൽ കിടക്കുമ്പോൾ വലിയ വൃത്തിയൊന്നും ഉണ്ടില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമായിട്ട് ഞാനിങ്ങനെ അടിക്കുള്ളൂ. അടിക്കാൻ നല്ല പാടാണ്. മെറ്റലിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരേ ഒലയിലായിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല പാടാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഇതേ മൊത്തം ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതേ മൊത്തം അടിച്ചു കൂട്ടിയിട്ട് നമുക്ക് കത്തിക്കണം. ഇപ്പം നല്ല ചൂടുള്ള സമയമായ കാരണം ഇവിടെ മരങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കണ കാരണം ഇലകൾ നന്നായി കൊഴിയും. അപ്പോൾ ഞാനൊക്കെ നമ്മുടെ തെങ്ങിൻ്റെ കടക്കിലേക്ക് ഇട്ടിട്ട് കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ വെണ്ണീറാവുമല്ലോ. അപ്പോൾ അതിങ്ങനെ തെങ്ങിൻ്റെ കടക്കിൽ തന്നെയല്ല, കുറച്ചങ്ങോട്ട് നീക്കിയിട്ടിട്ട് ചമ്മലകൾ കത്തിച്ച് കളയും കേട്ടോ. അപ്പോൾ അത് മൊത്തം അടിച്ചു വാരി ഇന്ന് കത്തിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല വെയിലായിട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ദാഹിച്ചിട്ട് വയ്യ. അപ്പോൾ ഞാൻ ചെറുനാരങ്ങ നോക്കിയപ്പോൾ ചെറുനാരങ്ങ ഒന്നും പഴുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് തൈര് ഇരിക്കും മുരിവെള്ളം ഉണ്ടാക്കി കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് നാരങ്ങയുടെ ഇല പൊട്ടിച്ചിട്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കഴിഞ്ഞ് നല്ല ടേസ്റ്റ് ആട്ടോ നമ്മുടെ മുരിവെള്ളത്തിന്. അപ്പോൾ ഞാൻ വേഗം അത് പിച്ചൊക്കെ ഇട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വേറെ ഒന്നും ഇട്ടില്ല കേട്ടോ, ഇട്ട് നന്നായി കുടിച്ചു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇതുപോലെ മോരും വെള്ളത്തിൽ ചെറുനാരങ്ങയുടെ ഇലയിട്ടിട്ട് കുടിക്കാൻ. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ.